ഞങ്ങളിപ്പോൾ സിയാറത്തിനു വേണ്ടി എത്തിയിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ സിറ്റിയിലുള്ള പ്രസിദ്ധമായ അരട്ടക്കപ്പള്ളി മക്കാമിലേക്കാണ്. ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ ചരിത്രവും മക്കാം സിയാറത്തുമൊക്കെ നമുക്ക് കാണാം. ഹയാത്തുൽ മുഅ്മിനീൻ എന്ന പേരിൽ പ്രസിദ്ധരായ വലിയ ഒരു മഹാനാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്തെന്നു വെച്ചാൽ പഴയ കാലത്ത് തന്നെ സത്യം തെളിയിക്കാൻ ആളുകൾ വരുന്ന ഒരു മക്കാമാണിത്. കളവ് പറഞ്ഞാൽ രക്തം ഛർദിച്ച അനുഭവങ്ങളൊക്കെ ഇവിടെ ധാരാളമുണ്ടായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ ചരിത്രവും കറാമത്തുകളും അനുഭവങ്ങളുമൊക്കെ 21 വർഷത്തിന് മുകളിലായി ഇവിടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ ഉസ്താദ് നമുക്ക് വേണ്ടി സംസാരിക്കുന്നു. മൂപ്പര് കബർ വഹിച്ചു. കബറിൽ തന്നെയാണ് ഈ ഭാഗത്തൊക്കെ ചെയ്തു. ഒരു ദിവസം പുറത്തുള്ളവരോടൊക്കെ പറഞ്ഞു നിങ്ങൾ കബറൊന്ന് മൂടണം, മേലൊന്ന് മൂടണം എന്നാണ്. അങ്ങനെ 40 ദിവസം കഴിഞ്ഞിട്ടേ തുറക്കാൻ പാടുള്ളൂ എന്നാണ്. അങ്ങനെ മൂപ്പര് മേലെ ഷീറ്റൊക്കെ ഇട്ടിട്ട് മൂടി. അങ്ങനെ 40 ദിവസം കഴിഞ്ഞാൽ തുറക്കാൻ പറഞ്ഞു. അങ്ങനെ 40 ദിവസം നോക്കുമ്പോൾ മൂപ്പര് ഖുർആൻ വന്ന രംഗമാണ് അത് കണ്ടത്. അങ്ങനെ മൂപ്പര് പിന്നെ വീണ്ടും അടക്കാൻ പറഞ്ഞു. പിന്നെ തുറക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അതിൽ തന്നെ മൂപ്പര് വഫാത്തായി. അതിൽ തന്നെ വഫാത്തായിട്ടാണ് പിന്നെയാണ് കണ്ടത്. അതുകൊണ്ടാണ് പിന്നെ ഹയാത്തുൽ മുഅ്മിനീൻ എന്നുള്ള പേര് അങ്ങനെ വന്നത്. ഇവിടെ പിന്നെ കാര്യമായിട്ട് സത്യത്തിലാണ് കാര്യമായിട്ടുള്ള സത്യം ചെയ്യാൻ. അത് പുറത്തൊരു കയറുണ്ട്. ആ കയറ് പിടിച്ചിട്ട് സത്യം ചെയ്തതിനാൽ അസത്യമായൊരു കാര്യമാണെങ്കിൽ തീർച്ചയായും അറിയും. പണ്ടൊക്കെ ആ സ്പോട്ടിൽ തന്നെ അറിയുന്നുണ്ടായിരുന്നു. അപ്പൊ വലിയൊരു മഹാൻ ഇത് കണ്ടപ്പോൾ കണ്ട് സഹിക്കാൻ പറ്റാത്ത, ഒന്നുകിൽ കളവ് പറഞ്ഞിട്ടാണെങ്കിൽ കയറ് പിടിച്ച് കളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ ബ്ലഡ് ഛർദിക്കും, അല്ലെങ്കിൽ തലയിറങ്ങി വീഴും. അപ്പൊ എന്തായാലും മനസ്സിലാവും ഇങ്ങനെയാണ് സംഭവം. അപ്പൊ അത് ഏതൊരു വലിയ മഹാൻ കണ്ടപ്പോൾ പറഞ്ഞു അത് വിഷമാണ്, മറ്റുള്ളവർക്ക് പിൽക്കാലത്ത് വരുന്നവർക്ക് വിഷമാണ്, അതുകൊണ്ട് പെട്ടെന്നുള്ള ഇത് കൊടുക്കരുത്, സാവകാശം കൊടുത്തിട്ടെങ്കിലും അറിയിക്കുക. അപ്പൊ അത് പലരും ഇപ്പോൾ സത്യം ചെയ്യാൻ വരുന്നുണ്ട്. ചില കുടുംബ പ്രശ്നത്തിലും കളവ് പോയ കേസിലൊക്കെ വരും. ചില അസത്യം പറയാനായിട്ട് വരുന്ന ചില ആൾക്കാർ ആ സ്റ്റെപ്പ് വരെ കളവ് പറയും, പിന്നെ സത്യം പറഞ്ഞിട്ട് തിരിച്ചു കയറ് പിടിക്കാൻ നോക്കൂല. ചില ഈ അഭിമാനത്തിന് വേണ്ടി ചിലപ്പോൾ ആൾക്കാരെ മുന്നിൽ സത്യം ചെയ്തിട്ട് പോകും. അവസാനം അത് അസത്യമായ കാര്യമാണല്ലോ. അപ്പൊ സത്യം പറഞ്ഞു. കുറച്ചു മുമ്പ് മാഹിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. 40 പവൻ കളവ് പോയിട്ട്. അപ്പൊ സ്വന്തം അമ്മാവനാണ് എടുത്തത്. പക്ഷെ അത് അവരുടെ കൂട്ടത്തിൽ കുറച്ച് 10-25 ആൾക്കാർ വന്ന് സത്യം ചെയ്തു പോയി. കൂട്ടത്തിൽ ഈ അമ്മാവനുണ്ട്. അവസാനം അമ്മാവൻ തിരിച്ചു കൊടുക്കേണ്ട ഒരാഴ്ച കൊണ്ട് തിരിച്ചു കൊടുക്കേണ്ട വന്നു. അവിടെ വേറെയുള്ള അനുഭവം പറഞ്ഞപ്പോൾ ആൾക്ക് ഇത് സത്യം ചെയ്ത് പോയപ്പോൾ വല്ലാത്ത മാനസികമായിട്ട് വിഭ്രാന്തിയായി. അങ്ങനെ തിരിച്ചു കൊടുത്തു. പല അനുഭവമുണ്ട്. ഇപ്പോഴും ചില വിഷയങ്ങളൊക്കെ വന്നതിനാൽ അവിടെ സ്റ്റെപ്പ് വരെ ചിലപ്പോൾ കളവ് പറഞ്ഞു വരും, പിന്നെ തിരിച്ചു പോകും. പിന്നെ ഇവിടെയൊക്കെ നേർച്ചയൊക്കെ ഫലങ്ങൾ ഒരുപാട് പ്രസവത്തിൻ്റെതും മറ്റേതൊക്കെ ഒരുപാട്. ഇവിടെ മറ്റേ ആണ്ട് നേർച്ചയായിട്ട് പ്രത്യേക ആണ്ട് നേർച്ചയായിട്ടില്ല ഇവിടെ. വർഷത്തിൽ അങ്ങനെ ഒന്നും മാസത്തിൽ മദ്രസനൂർ നടക്കുന്നു.